ഈശോയുടെ ജനന തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. കരുണ എന്നാൽ അർഹിക്കാത്ത സ്നേഹമാണ്. ഒരേ സമയം സ്വീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യേണ്ട ദാനമാണ് ദൈവത്തിൻ്റെ കരുണ. അനുഭവിക്കാത്തവനെ ഓർത്ത് സ്വർഗം കരയുന്നു. ഈ ക്രിസ്മസ് ഒരുക്കകാലത്ത് എല്ലാ ദിവസവും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്ന കുമ്പസാരക്കൂട്ടിലേക്ക് അനുതാപത്തോടെ അണയാം. ദൈവത്തിൻ്റെ കാരുണ്യം അതിൻ്റെ തികവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് നാം ഓരോരുത്തരുടെയും നല്ല കുമ്പസാരത്തിലൂടെയാണ്. എന്തുമാത്രം ഞാൻ ക്ഷമിക്കുന്നുവോ അത്രയുമേ ദൈവം എന്നോട് ക്ഷമിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 4:7 പിതാവായ ദൈവം കരുണയോടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. അതിനായി വിശുദ്ധ അൽഫോൻസാമ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതുപോലെ എൻ്റെ മധ്യസ്ഥയായിട്ടും അമ്മയായിട്ടും പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആമേൻ.